ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഏറ്റവും ലളിതമായി കാര്യങ്ങൾ ലോകത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ലളിതമായി, എന്നാൽ വിശ്വാസത്തിൽ ഓരോ വ്യക്തികൾക്കും തുടക്കം മുതൽ കാര്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം വളരെ ലഘുവായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സജി തോമസ്. ഇന്ന് നമുക്ക് ഒരു വചനഭാഗം വായിച്ച് തുടങ്ങാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ വായിക്കുന്നത് NIVV മലയാളം വേർഷനാണ്. NIVV വിശുദ്ധ വേദ പുസ്തകം. സത്യവേദ പുസ്തകവുമായി ചെറിയ ചില വ്യത്യാസങ്ങൾ ഇതിനുണ്ട്. ഈ ബൈബിളിൽ എഴുതിയേക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. നമ്മളിന്ന് ലളിതമായി ചിന്തിക്കാൻ പോകുന്നത് വചനം എന്താണ് എന്നാണ്. ബൈബിളിലുടനീളമുള്ള വാക്യങ്ങളിൽ ദൈവം പറഞ്ഞ, ദൈവത്തിൻ്റെ വാഗൊണ്ട് പറഞ്ഞ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പറഞ്ഞ വാക്യങ്ങളെ ദൈവവചനങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ വചനം എന്താണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മളത് വായിക്കുന്നു, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ഈ വേർഡ്, വചനം എന്ന വാക്കിൻ്റെ ഡിക്ഷണറി അർത്ഥങ്ങൾ നോക്കിയാൽ വാക്ക്, പദം, പറച്ചിൽ, ശബ്ദം, വാചകം, മൊഴി എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. വാക്ക്, പദം, പറച്ചിൽ, ശബ്ദം, ചെറിയ വാചകം, മൊഴി എന്നൊക്കെ അതിന് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ വായിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം വരും, എന്താണ് ആദി? ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് ഇൻ ദ ബിഗിനിങ്. ആദി എന്ന് പറയുമ്പോൾ തുടക്കം എന്നാണ് വായിക്കുന്നത്. നമ്മൾ ഈ ആദി എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ഈ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതായത് ഈ കാണുന്ന ലോകത്തിലെ സകല മനുഷ്യർക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഈ ഗോളങ്ങളെയും ഈ കാണുന്ന ആകാശത്തിനെയും എല്ലാം സൃഷ്ടിച്ച സമയത്തിനെ ബൈബിൾ ആദി എന്ന് വിളിക്കുന്നു. അതായത് ഈ ആകാശത്തിനെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഗോളങ്ങളെയും എല്ലാം സൃഷ്ടിച്ച സമയത്തിനെ ദൈവവചനം ബൈബിൾ ആദി എന്ന് വിളിക്കുന്നു. ആദി എന്ന എന്ത് ചോദിച്ചാൽ ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ച സമയത്തിനെ, ആകാശം, ഭൂമി, പ്രപഞ്ചഗോളങ്ങൾ, ഇതിനെയെല്ലാം സൃഷ്ടിച്ച സമയത്തിനെ ബൈബിൾ ആദി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ആദിക്ക് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. ആദിക്ക് മുമ്പും ഉണ്ട്, പക്ഷേ ഈ സൃഷ്ടിയുടെ സമയം മുതൽ ഇങ്ങോട്ട് ആ സൃഷ്ടിയുടെ സമയത്തിനെയാണ്, ഇതെല്ലാം തുടങ്ങിയ ആ സമയത്തിനെയാണ് ബൈബിൾ ആദി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വാസ് ദ വേർഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നു, അതിനു മുമ്പും ഉണ്ട്, അതിന് ശേഷവും ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി നടക്കുമ്പോൾ ഈ സൃഷ്ടിയുടെ സമയത്തിനെയാണ് ഈ സത്യം പറഞ്ഞാൽ ബൈബിൾ വിളിക്കുന്ന ആദി. അത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിലും
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലുമാണ് കൂടുതൽ ഈ ആദി എന്ന പ്രയോഗം നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സംഭവം നടക്കുമ്പോൾ, സൃഷ്ടി നടക്കുമ്പോൾ വചനം അവിടെ ഉണ്ടായിരുന്നു, വചനം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ 2-ാം ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആ യോഹന്നാൻ സുവിശേഷം തന്നെ അതിൻ്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം എന്ന വ്യക്തിയുടെ കൂടെ മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. ദൈവം എന്ന വ്യക്തിയുടെ കൂടെ വചനമുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. വാസ് വിത്ത് ഗോഡ്, അല്ലെ വേർഡ് വാസ് വിത്ത് ഗോഡ് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അതായത് ദൈവവും വചനവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവവും വചനവും ആദിയിൽ ഈ കാണുന്ന ഭൂമിയും ആകാശവും പ്രപഞ്ചഗോളങ്ങളും സംവിധാനങ്ങളും എല്ലാം സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവവും വചനവും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും തുടക്കം ആ സമയം ദൈവത്തിൻ്റെയും വചനത്തിൻ്റെയും തുടക്കമാണെന്നല്ല, ഈ ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചഗോളവും സൃഷ്ടിക്കുന്ന ആദി എന്ന സമയത്ത് ദൈവവും വചനവും അവിടെ ഉണ്ടായിരുന്നു. ദൈവം എന്ന് പറയുമ്പോൾ POC ബൈബിൾ പിതാവായ ദൈവം എന്ന് പറയുന്നു. മറ്റ് സത്യവേദ പുസ്തകങ്ങൾ പോലെയുള്ള പുസ്തകങ്ങൾ യഹോവ എന്ന ദൈവം എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ എഴുതിയേക്കുന്നത് ദൈവമുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞത് വചനം ദൈവമായിരുന്നു എന്നാണ് പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. പിന്നെ പറയുന്നു വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വേർഡ് വാസ് ഗോഡ് എന്ന് എഴുതിയേക്കുന്നത്, വേർഡ് വാസ് ഗോഡ്. അപ്പോൾ ആദിയിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയുന്നു, ഈ ആകാശവും നമ്മൾ ഈ കാണുന്ന ഭൂമിയും ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും നമുക്ക് കണ്ണുകൊണ്ടോ നക്ഷത്രങ്ങൾ കൊണ്ടോ ഒന്നും കാണാത്തത്ര ദൂരെയുള്ള സൗരയുധവും അതിന് പുറത്തുള്ള ഗ്രഹങ്ങളും സംവിധാനങ്ങളും എല്ലാം സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവമുണ്ടായിരുന്നു, ദൈവത്തോടു കൂടെ വചനമുണ്ടായിരുന്നു, വചനം ദൈവം ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ 2 പേര് നമ്മൾ കാണുന്നു. അതായത് ദൈവവും ദൈവവചനവും ഉണ്ടാകുന്നു. അതായത് ആകാശവും ഭൂമിക്കും സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവത്തോടൊപ്പം ദൈവവചനം എന്ന ദൈവവും ഉണ്ടായിരുന്നു. ഇനി യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നത്, അവിടുന്ന് ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ഹി വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്. അപ്പോൾ വചനമെന്ന വാക്ക്, പദം, പറച്ചിൽ, ശബ്ദം, വാചകം, മൊഴി എന്നൊക്കെ പറയുന്ന വചനം ദൈവത്തോടുകൂടെ സൃഷ്ടിയുടെ സമയത്തുണ്ടായിരുന്നു, അവൻ ദൈവമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ പറയുന്നു അവൻ അവിടുന്ന് ആദിയിൽ ദൈവത്തോടു കൂടി ആയിരുന്നു. ചില വേർഷം പറയുന്നു അവൻ, ചില വേർഷം പറയുന്നു അവിടുന്ന്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന ഹി വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്. എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി, ദൈവം ഈ സംവിധാനങ്ങളെല്ലാം സൃഷ്ടിക്കുമ്പോൾ അവിടെ 2 പേര് ഉണ്ട്. മുന്നോട്ട് പറയുമ്പോൾ മൂന്നാമതൊരാളെയും കൂടെ പറയാം. ഇപ്പോൾ ഈ 1-2 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ആ സമയത്തിൻ്റെ പേരാണ് ആദി. ആ സമയത്ത് ദൈവമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കൂടെ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, അവിടുന്ന് ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. വചനത്തിനെ വ്യക്തിയായി നമ്മൾ അവിടെ കാണാൻ തുടങ്ങുകയാണ്. വചനം വ്യക്തി തന്നെയാണ്. നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഹൃദയത്തിലിരിക്കേണ്ട കാര്യമാണ്, വചനം വ്യക്തിയാണ്, വചനം വ്യക്തിയാണ്, വചനം വ്യക്തിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ കർത്താവേ, വചനം
എഴുതി വെച്ച അക്ഷരങ്ങൾക്കപ്പുറം അത് ജീവനുള്ള വ്യക്തിയായി ഇന്നു മുതൽ വ്യാപരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.